രണ്ടാമത്തെ കാര്യം അങ്ങോട്ട് സൂചിപ്പിക്കട്ടെ. പലതരത്തിലുള്ള ചർച്ചകളെ കുറിച്ച് പറഞ്ഞു. ഞാനൊന്ന് ഈ ഡീൻ കുര്യാക്കോസ് പറഞ്ഞതൊന്ന് പറഞ്ഞോട്ടെ. ഒരു നമ്മുടെ സർക്കാരിന് മുന്നിലേക്ക് വെച്ച ആരോഗ്യകരമായ ഒരു നിർദ്ദേശമാണെന്ന് തോന്നുന്നു. ഈ MP തലത്തിൽ ചർച്ച ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷേ സർക്കാർ അതിന് ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുകയോ അങ്ങനെ MP തലത്തിൽ നിങ്ങൾ തമിഴ്നാടുള്ള MP മാരുമായി ഈ വിഷയം അമിക്കബിളായി സെറ്റിൽ ചെയ്യുന്നതിനൊരു ചർച്ച ചെയ്യണം എന്നൊരു നിർദ്ദേശം കൊടുത്താൽ UDF MP മാർ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഡീൻ അതിന് നേതൃത്വം ഏറ്റെടുക്കാമെന്നും പറയുന്നു. നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തുകൂടെ? കാരണം ഇവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും നമുക്ക് വ്യത്യാസമില്ലല്ലോ ഈ വിഷയത്തിൽ. ഞാൻ അതിനോടൊക്കെ യോജിക്കുന്നു. പാർലമെൻറ്റിൽ മെമ്പർമാരായിരിക്കുന്നവർ കേരളത്തിൻ്റെ പ്രതിനിധികളാണ്. സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങൾ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് വിളിച്ചു കൂട്ടുന്ന MP മാരുടെ കോൺഫറൻസിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അത്തരം വിഷയങ്ങൾ ആ മീറ്റിങ്ങിൽ ഉയർന്നു വരേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിരുന്നു. ഇനി അങ്ങനെ വന്നില്ലേ? പാർലമെൻറ്റിൽ ഈ കാര്യം ഉന്നയിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേകമായി ഒരു നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ടോ? നിയമസഭയിലൊരു കാര്യം ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് നിർദ്ദേശം വെക്കണമെങ്കിൽ എനിക്ക് അത്തരം കാര്യങ്ങൾ എൻ്റെ ബോധ്യാവസ്ഥയിലുള്ള കാര്യം നിയമസഭയെ പറയാം. നമ്മുടെ MP മാർ പാർലമെന്റിൽ പറഞ്ഞു. അതായത് നമ്മുടെ MP മാർ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണമെന്നല്ല ഉദ്ദേശിച്ചത്. ഇത് പാർലമെന്റ് തലത്തിൽ ഉള്ള MP മാർ, തമിഴ്നാട്ടിലെ MP മാരും കേരളത്തിലെ MP മാരും ഈ വിഷയത്തിൽ പാർലമെന്റിന് പുറത്ത് ഒരു സമവായ ചർച്ച തുടങ്ങി വെക്കേണ്ടതുണ്ട്. അപ്പം MP തലത്തിലുള്ളൊരു ചർച്ച വേണം. തലത്തിലുള്ള ചർച്ച എന്നാണ്, ലോക്സഭയിലെ ചർച്ചയെക്കുറിച്ചല്ല. അത് MP മാർ ചെയ്തു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നമുക്ക് സംസ്ഥാന സർക്കാരിന് മുൻകൈ എടുത്തുകൂടെ? അങ്ങനെ നിർദ്ദേശം കിട്ടിയാൽ കേരളത്തിലുള്ള MP മാർ തമിഴ്നാട്ടിലുള്ള MP മാരുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂല നിലപാട് എടുക്കാമല്ലോ എന്നേ ഉള്ളൂ എൻ്റെ ചോദ്യം. അത് ഞാൻ തർക്കം പറയാമല്ലോ. അങ്ങനെ ഒരു ചർച്ച നമ്മുടെ MP മാർക്ക് ആരംഭിക്കാമല്ലോ. അതിന് ഗവൺമെൻറ് എന്ത് പറയണം? അത് നമ്മുടെ ഒരു ഡിപ്ലോമസി അല്ലേ? നമ്മുടെ MP മാർ ഒരുമിച്ച് ചേർന്ന് തമിഴ്നാട്ടിലെ MP മാരുമായി കൂടിയാലോചിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടുള്ളൂ. ഇനി അതിന് എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ MP മാർ ആവശ്യപ്പെട്ടാൽ ഗവൺമെൻറ് അത് കൊടുക്കുമല്ലോ. ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുവാണ് ഇന്നപോലെ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് ഇന്നപോലെ ആവശ്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ഗവൺമെൻറ് MP മാർക്ക് നിർദ്ദേശം കൊടുക്കലല്ലോ ആവശ്യം. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണ് എന്ന് MP മാർ അറിയിച്ചാൽ നമ്മുടെ ഗവൺമെൻറ് അതിനെ എതിർക്കുമോ? ഇല്ല, അതിൻ്റെ കാര്യമില്ലല്ലോ. അതൊരു നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെ പാർലമെന്റിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കണം. രണ്ട് ഗവൺമെൻറ്റുകൾക്കും, തമിഴ്നാട് ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും യോജിച്ച തലത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം നമുക്ക് സ്വീകരിച്ചാൽ മതി. ഒരു സംസ്ഥാനം ജയിച്ചു, ഒരു സംസ്ഥാനം തോറ്റു, ഒന്നും ആവശ്യമില്ല. അവിടെ 3-4 ജില്ലകളിലെ ജലലഭ്യത ഉറപ്പുവരുത്താൻ ഈ ഡാം ആവശ്യമാണ്. അപ്പോൾ ഭാവിയിലേക്കും ഇതിൻ്റെ ആവശ്യകത നിറവേറണമെങ്കിൽ നമുക്ക് സുരക്ഷിതമായൊരു ഡാം ഉണ്ടാകണമെന്നുള്ളത് തമിഴ്നാട്ടിൽ വെള്ളം ലഭിക്കുന്നതിനും ആവശ്യമാണ്, കേരളത്തിനും അത് വളരെയേറെ പ്രസക്തമാണ്. അതാണ് എൻ്റെ പോയിന്റ്. വ്യക്തമാണ് ശ്രീ